Welcome back to the unboxing video of DJI Osmo Action 6 Adventure Combo. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടപോലെ തന്നെ എങ്ങനെ ഇത് 10,000 രൂപ ലാഭത്തിന് ഞാൻ മേടിച്ചു എന്നത് ഒന്നാമത്തെ ചോദ്യം. അത് ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഞാൻ GoPro എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലോട്ട് പോയില്ല? GoPro 6 ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ആക്ഷൻ ക്യാമറ മേടിക്കണം എന്നുള്ളത്. ഒരു 89 ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത് മേടിക്കാനുള്ള പൊട്ടൻഷ്യൽ ആയെങ്കിലും നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു മോട്ടോ വ്ളോഗിങ് പരിപാടിയൊക്കെ ആയിട്ടാണ് ആദ്യം തുടങ്ങിയത്. എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോങ് വീഡിയോ, എൻ്റെ ബൈക്ക് ഞാൻ ഓട്ടിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അതിൽ ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ F64 ഏതോ ഒരു ഫോണാണ്, 3.5mm കണക്ട് ചെയ്യാൻ പറ്റുന്ന 4K 30 മാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ. ആ ഫോണിലാണ് ഞാനൊരു മൗണ്ട് 200-300 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് ഒരു മൗണ്ട് വാങ്ങിച്ച് ഹെൽമെറ്റ് വെച്ചിട്ട് അതിൽ ഫോൺ വെച്ച് ബോയുടെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ആ ഒരു മൈക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ വീഡിയോ ഇടുന്നത്. അതാണ് ഞാൻ കൂട്ടുകാർക്ക് അയച്ചത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തൊക്കെ പറഞ്ഞ് അയച്ചത്. അന്ന് ഞാൻ എന്താ ഇൻലൈൻ 4 അങ്ങനെ എന്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻലൈൻ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇൻലൈൻ 4 എന്നൊക്കെ പറഞ്ഞ പേരിട്ടിട്ട് ചാനൽ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പേരുള്ള ചാനലുണ്ട്, ഇൻലൈൻ FOUR അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ 4 എന്നിടാന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാനത് വേണ്ട എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് എന്നെ അങ്ങനെ എടുത്തിട്ടത് എന്നെ കണ്ടന്റ് ആണ് എന്നുള്ളൊരു സാധനമൊന്നും ഇല്ലാതെ ഫസ്റ്റ് മോണിറ്റൈസേഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എല്ലാം കൂടെ ചവർ കണക്കിന് വാരി ചെയ്ത്, അതായത് 3/4 മണിക്കൂറോളം ലെങ്ത്തുള്ള അന്നത്തെ അൽഗോരിതമൊക്കെ അതായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ അൽഗോരിതമൊക്കെ മാറി. അന്ന് അങ്ങനെ ആയിരുന്നു. നമ്മൾ അത്ര അടിക്കണ ഒരു വീഡിയോ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവണം എന്നുള്ളൊരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് അന്ന് ചെയ്തു തുടങ്ങിയത്. അങ്ങനെയാണ് ടെക്ക് വീഡിയോ ഇട്ടപ്പോൾ ടെക്കിന് ഇത്തിരി റീച്ച് ഉണ്ടെന്ന് മനസ്സിലാക്കി ടെക്കിലോട്ട് തിരിഞ്ഞിറങ്ങിയത്. അപ്പോൾ ടെക്കിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ആക്ഷൻ ക്യാമറയിൽ ഉപയോഗം അങ്ങ് തീർന്നു, പിന്നെ വേണ്ടാതായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം വണ്ടിയുടെ വീഡിയോസൊക്കെ, കാർസിൻ്റെ ബൈക്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഒരു മാസം ഒരു 2 ബൈക്കെങ്കിലും വീഡിയോ ഇടാൻ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്ഷൻ ക്യാമറ ഹാൻഡിൽ ചെയ്യണമെന്നാണ്. കാരണം കുറെ POV ഷോട്ട്സ് ഒക്കെ എടുത്ത് കാണിക്കുമ്പോൾ കുറെ അധികം ആൾക്കാർക്ക് മനസ്സിലായി. ഇപ്പോൾ ട്രയംഫിന്റെ 400cc വണ്ടി ഒരു സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് നമ്മൾ ഒരു RPM ഒരു 2 ഒക്കെ ആകുമ്പോൾ ഒരു ചെറിയ ലാഗ് ഉണ്ട്. അതൊക്കെ കാണിച്ചു തരണമെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരുന്നില്ല. അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വിത്ത് പ്രൂഫ് കാണിച്ചു കൊടുത്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ല. അപ്പോൾ ഒരു 400cc വേറെ വണ്ടി എടുക്കാൻ പോകുന്ന ഒരാൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ അത് ഉപയോഗം. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഒരു ആക്ഷൻ ക്യാമറ മേടിക്കാന്ന് വെച്ചാണ്. 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് ആ ഒരു ആക്ഷൻ GoPro 6 മുതൽ GoPro എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഇപ്പം ഞാൻ GoPro എടുക്കാതെ DJI എടുത്തു എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തത്, എങ്ങനെ നമുക്ക് 10,000 രൂപ ലാഭത്തിന് ഇതെടുക്കാം? അതായത് ഇപ്പം ഇന്ത്യയിൽ ഈ സാധനത്തിന്റെ വില 56,000 രൂപയാണ് അഡ്വഞ്ചർ കോംബോ എന്ന് പറഞ്ഞത്. ഇത് ഞാൻ 46,000 രൂപയ്ക്കാണ് മേടിച്ചത്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് 46 രൂപയ്ക്ക് ഇത് കിട്ടി എന്നുള്ളത്. GoPro എടുക്കാത്തതെന്ന് പറഞ്ഞാൽ 2 രീതിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന്, ആപ്പിള്, സാംസങ് എന്ന് നിങ്ങൾ എടുത്തോ. അപ്പം ആപ്പിളിന്റെ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, റെക്കോർഡിംഗ് ക്വാളിറ്റി നമുക്ക് സാംസങ്ങിൽ കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം, വീഡിയോ റെക്കോർഡിംഗ് ആണ് മെയിൻ എന്നുണ്ടെങ്കിൽ. എന്നാൽ ആൻഡ്രോയിഡ് ആയിരിക്കും അവർക്ക് ഇഷ്ടം. പക്ഷേ ഈ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ആ ക്വാളിറ്റി ആഗ്രഹിച്ച് ആപ്പിളിലോട്ട് പോവുകയും ആപ്പിളിൽ നമുക്ക് എക്സ്ട്രാ സാധനങ്ങൾ, നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് എക്സ്ട്രാ സാധനങ്ങൾ മേടിക്കുകയും അങ്ങനെ യൂസ് ചെയ്യണ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. അതേ സാധനം നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ അതേ വീഡിയോ റെക്കോർഡിങ് സാംസങ്ങിലോ വിവോയിലോ നമുക്ക് കിട്ടിയാൽ, അതായത് ഒരു റഫ് പർപ്പസിൽ ലോങ് ടൈം യൂസിൽ ഈ സാംസങ്ങിലും വിവോയിലും കിട്ടിയാൽ ഞാൻ കണ്ണുടച്ചുകൊണ്ട് ഞാൻ ആൻഡ്രോയിഡിലോട്ട് പോകും. കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ഒരു എൻ്റെ ആവശ്യം വീഡിയോ റെക്കോർഡിങ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആപ്പിളിൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെയാണ് ഈ ഒരു GoPro കാണിക്കുന്നത്. GoProയുടെ ക്യാമറ വാങ്ങിച്ചാൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ബാറ്ററി മേടിക്കണം. അതിൻ്റെ പിന്നെ മൈക്ക് കണക്ട് ചെയ്യാനാണെങ്കിൽ അവരുടെ കണക്ടർ എക്സ്ട്രാ മേടിക്കണം. അങ്ങനത്തെ കുറേ സാധനം, അതൊക്കെ ഭയങ്കര പൈസയുണ്ടായി. അതേസമയം DJI ആണെങ്കിൽ DJIയുടെ ഒരു മൈക്ക് മാത്രം വാങ്ങിച്ചാൽ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഈ കോംബോയ്ക്ക് അതിന് 3 ബാറ്ററി എക്സ്ട്രാ ഉണ്ട്. നമുക്ക് 4 മണിക്കൂർ വെച്ച് നമുക്ക് അതിൽ റെക്കോർഡിങ് കിട്ടും. അപ്പം ഒരു കസ്റ്റമറിന് ആവശ്യം എന്താണ്, ആ ആവശ്യം നിറവേറ്റി തരുന്ന സാധനമാണ് ഈ കാണുന്ന DJI എന്ന് പറഞ്ഞ ബ്രാൻഡ്. ആ ഐഫോണിനെ സാംസങ്ങിനെ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി അത് എൻ്റെ മണ്ടയ്ക്ക് കയറാൻ വരരുത്. 2026 അങ്ങനെ പറഞ്ഞ ആൾക്കാരില്ല എന്ന് എനിക്കറിയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ല, പറഞ്ഞ കാര്യം മനസ്സിലായില്ല. എക്സ്ട്രാ കാശ് കൊടുക്കാതെ നമുക്ക് കൊടുക്കണ പൈസയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇനി ഇതിന് നമുക്ക് എക്സ്ട്രാ മുടക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു മാക്രോ വീഡിയോഗ്രാഫി എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മാക്രോ ലെൻസിലോട്ട് പോവാം എക്സ്ട്രാ കാശ് കൊടുത്ത്. പിന്നെ ND ഫിൽറ്ററൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ തേർഡ് പാർട്ടി ബ്രാൻഡ്സ് ഒക്കെ നല്ലത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ GoProയിലോട്ടും അതൊക്കെ കിട്ടി തുടങ്ങും ഉടനെ. പക്ഷെ ഇപ്പോഴും നമുക്ക് അത്യാവശ്യം മാർക്കറ്റിൽ നിൽക്കുന്നത് ഈ ഒരു DJI എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് വേറെ ബ്രാൻഡിൽ ഐഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ഐഫോണിൻ്റെ ആ ഒരു ലാഗ് ഇല്ലായ്മയും കാര്യങ്ങളൊക്കെ വന്നാൽ എങ്ങനെ ഇരിക്കും? അത് GoPro അപേക്ഷിച്ച് ഇതിലോട്ട് പോകുമ്പോൾ നമുക്ക് അതേ ക്വാളിറ്റിക്ക്, അതിനേക്കാൾ നല്ല ക്വാളിറ്റിയൊക്കെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ റോയ്ക്ക് റെക്കോർഡ് ചെയ്യാം. അങ്ങനത്തെ കുറേ സാധനങ്ങൾ, കുറേ അധികം സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എടുത്ത് കാണിച്ചു തരാം. പിന്നെ ആദ്യത്തെ ആക്ഷൻ ക്യാമറയിൽ F നമ്പർ മാറ്റം വന്നത് വേരിയബിൾ അപ്പേച്ചർ വരുന്ന സാധനം കൂടെയാണ് ഇത്. നമ്മളിപ്പം എല്ലാവരും പോർട്രേറ്റ് വീഡിയോസ് അല്ലെങ്കിൽ സിനിമാറ്റിക് വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. F നമ്പർ 2 to 4 വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. 2 ഒക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ബ്ലർ
കിട്ടും കേട്ടോ. അതായത് നമ്മൾ ഫേസിനെ ഫോക്കസ് ചെയ്തൊക്കെ കൂടുതൽ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നത്. അപ്പം മറ്റേ മോട്ടോ വ്ളോഗിങ്ങിനൊക്കെ ഈ ഒരു എഫ് നമ്പർ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല, 2:4 നമ്മൾ ഇത് എന്താ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അല്ലാതെ നമുക്ക് വ്ളോഗൊക്കെ എടുക്കാൻ നേരത്തൊക്കെ ഭയങ്കര രസമായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ അഡ്വഞ്ചർ കോമ്പോയ്ക്കകത്ത് എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററിന്റെ എക്സ്റ്റൻഷൻ റോഡ് വരും. അതായത് ആ ഒരു എക്സ്റ്റൻഷൻ റോഡുണ്ട്, സെൽഫി സ്റ്റിക്ക് പോലെ ഇരിക്കും. അതിനകത്ത് നമുക്ക് 1.5 മീറ്റർ നീളത്തിന് വെച്ച് നമുക്ക് ഓരോ വീഡിയോസ് ഒക്കെ എടുക്കാം. ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും. മറ്റേ 360 ക്യാമറ ഒന്നും അല്ല ഞാൻ 360 എടുക്കാത്തതും. അത് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമുണ്ട് 360 ക്യാമറ. പക്ഷെ അതിനകത്തിരുന്ന് പണിയെടുക്കാൻ ഭയങ്കര പാടാണ്. ആപ്പിനകത്ത് ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അങ്ങനെ നല്ല പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ 360 പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ആപ്പിനകത്ത് കയറി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രീം ബാറ്ററി × 3 എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് 3 ബാറ്ററി ഉണ്ട് ഇതിനകത്ത്. എക്സ്ട്രാ 3 ബാറ്ററി, ടോട്ടൽ 3 ബാറ്ററി. ആ ബാറ്ററിയാണ് ഇതിനകത്ത് പറഞ്ഞത്. പിന്നെ ഒരു കേസ് ഉണ്ട്, ബാറ്ററി കേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 1/1.1 CMOS സെൻസറാണ് പറഞ്ഞത്, സ്ക്വയർ സെൻസറാണ് പറഞ്ഞത്. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും യൂട്യൂബിൽ ഇടാനും നമുക്ക് ഒരൊറ്റ വീഡിയോ മതി, കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു 16:9 റെക്കോർഡ് ചെയ്യുമ്പം നമുക്ക് അങ്ങനെ പറ്റൂല. ഈ ഒരു സ്ക്വയർ ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. കുറേ അധികം ആൾക്കാർ ഇത്രയും സെൻസറാണ് നമുക്ക് 2-ലും ഇടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ആപ്പിനകത്ത് കയറി അതൊരു പണിയുണ്ട്, നമുക്ക് എഡിറ്റൊക്കെ ചെയ്യാനൊക്കെ പണിയുണ്ട്. അതെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എഫ് നമ്പർ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഓസ്മോ ഓഡിയോ ഡയറക്റ്റ്, അതായത് മൈക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം എന്നുള്ള സാധനം എഴുതിയിട്ടുണ്ട്. ഒരു 4000 രൂപ കൊടുത്ത DJ-യുടെ മൈക്കിൻ്റെ ഒരു സിംഗിൾ പീസ് കിട്ടും. എൻ്റെ ഇപ്പം വേറെ മൈക്ക് ഇതായിരിക്കുന്ന വേറെ മൈക്കുണ്ട്. അന്ന് ഞാൻ DJ മേടിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ഈ വേറെ മേടിക്കേണ്ട ആവശ്യം വരില്ല. കണ്ടല്ലോ, ഇപ്പം അതാണ് ഇതിൻ്റെ ഉപയോഗം. എല്ലാ സാധനവും ഇതിൽ പക്കയാണ്. അവരുടെ എക്കോ സിസ്റ്റം ഭയങ്കര പൊളിയാണ്. DJ-യുടെ 50 GB ഇൻബിൽട്ട് സ്റ്റോറേജ്. GoPro 13 അതുപോലും ഇല്ല. GoPro 13 ഒക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 6000-7000 രൂപ മൈക്രോ SD തന്നെ കൊടുക്കണം. ഇതിൻ്റെയൊക്കെ നോർമൽ മൈക്രോ SD ഇട്ടിട്ട് കാര്യമില്ല. നല്ല മറ്റേ V60 V30 അങ്ങനെയൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഇട്ടിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ 4K ഒക്കെ ഒരു സുഖമില്ലാത്ത റെക്കോർഡിങ്സ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. 20 മീറ്ററോളം വെള്ളത്തിനടിയിൽ കിടക്കും എന്നാണ് പറയുന്നത്. എത്ര മിനിറ്റ് കിടക്കും എന്ന് എഴുതിയിട്ടില്ല, 20 മീറ്റർ എന്ന് എഴുതിയിട്ടുള്ളൂ. 20 മീറ്റർ ഓർ ഇത്ര മിനിറ്റ് എന്നാണ് സാധാരണ കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ടില്ല. പിന്നത്തെ ക്യാമറ ഉണ്ട്, ബാറ്ററി ഉണ്ട്, കേസ് ഉണ്ട്, റോഡുണ്ട്, പിന്നെ സ്ക്രൂ ഉണ്ട്, ലോക്കിംഗ് സ്ക്രൂ 2 ഉണ്ട്, പിന്നെ കർവ്ഡ് മൗണ്ട് 1 ഉണ്ട്, ഡുവൽ ഡയറക്ഷൻ ക്വിക്ക് റിലീസ് അഡാപ്റ്റർ 2 ഉണ്ട്, പിന്നെ കേബിളും ഉണ്ട്. 3.1 കേബിളാണ് കേട്ടോ. 3.1ൻ്റെ ഒരു കേബിളാണുള്ളത്. DJ-യുടെ QR ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. എൻ്റെ ഗിംബൽ പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ ആപ്പ് കിടപ്പുണ്ട്. ഞാൻ എടുത്ത് കളഞ്ഞില്ല. അതിന് നോക്കണം കേട്ടോ ആപ്പ് ഉണ്ടായില്ലേ എന്നുള്ളത്. സോ നമുക്കിത് അൺബോക്സ് ചെയ്താണ് ഇതിൻ്റെ ആ ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് ദ പെട്ടി. പൊട്ടിക്കാനായിട്ട് ഇവിടെ പൊട്ടിക്കണം. ഇത് പൊട്ടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അത് പൊട്ടിച്ചിട്ട് എങ്ങനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം UAE നിന്ന് വരുത്തിച്ചതാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ ഇന്നലെ ദുബായിൽ നിന്ന് വന്നു. ഞാൻ പറഞ്ഞ കളിയാ ഇന്ന സാധനം അവിടെ കൊണ്ട് മേടിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ആമസോണിൽ നോക്കിയപ്പം ഇവിടുത്തെ 46,000 രൂപയ്ക്ക് 2 ബാറ്ററിയും ഈ ഒരു പീസ് പറഞ്ഞത് 3 ബാറ്ററി 2 ബാറ്ററിയും ഈ ഒരു ആക്ഷൻ ക്യാമറ അതും ഇതൊക്കെ ആയിട്ട് പറഞ്ഞാൽ ആമസോണിൽ കിടക്കുന്നത്. പിന്നെ അവിടെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സാധനം നൂൺ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിനകത്ത് ഡെലിവറി സ്പോട്ട് ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആമസോൺ വല്ല ഡിലേ ഒന്നും ഇല്ല, സ്പോട്ട് ഡെലിവറി ഉണ്ട്. നൂണിൽ നോക്കിയപ്പോഴും 56 രൂപ. അപ്പം ആമസോൺ നമ്മൾ കുറച്ചുകൂടെ വിശ്വാസമുള്ളൊരു ഇതല്ലേ നമ്മൾ നാട്ടിൽ വാങ്ങിക്കുമ്പോൾ. അങ്ങനെ ആമസോണിൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബുക്ക് ചെയ്തതിനൊക്കെ ശേഷം പിന്നീട് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് 2 ബാറ്ററിയേ ഉള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് നൂണിൽ നിന്ന് ബുക്ക് ചെയ്ത് ഈ ഒരു ബണ്ടിൽ വന്നു. അങ്ങനെയാണ് എനിക്ക് 10,000 രൂപ ലാഭത്തിൽ കിട്ടിയത് കേട്ടോ. ഇത് നമുക്ക് 50,000 രൂപയ്ക്ക് താഴെയുള്ള സാധനമൊക്കെ ഇപ്പം പൊട്ടിക്കാതെ തന്നെ കൊണ്ടുവരാനൊക്കെ ഉണ്ട്. പിന്നെ ചുമ്മാ റിസ്ക് എടുക്കണ എന്തിനെന്ന് പറഞ്ഞാൽ അവന്മാരവിടെ ഇപ്പം വിസിറ്റിങ്ങിനാണെങ്കിൽ VAT നമുക്ക് ക്ലെയിം ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെയല്ല, അവിടെ വർക്കിംഗ് വിസയൊക്കെ ആയതുകൊണ്ട് ചിലപ്പം എക്സ്ട്രാ കാശ് മേടിച്ചാലോ എന്നുള്ള ഇതിൽ നമ്മൾ പൊട്ടിച്ച് എടുത്തിട്ടാണ് സാധനം കൊണ്ടുവന്നത്. സോ നമുക്കിതിനെ പൊട്ടിക്കാനായിട്ട് എവിടെയാണ് ഇത് പൊട്ടിക്കണത്? ഇതിങ്ങനെ പൊക്കുക. ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ ഓസ്മോ ആക്ഷൻ 6 ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസും ഇരിപ്പുണ്ട് കേട്ടോ. 2 വശത്തുനിന്ന് ലൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് നിങ്ങൾക്ക്. ആക്ഷൻ 6 ആക്സസറീസ്. നമുക്ക് ആദ്യം നമ്മുടെ ആക്ഷൻ 6 ഇങ്ങോട്ട് എടുക്കാം. ആക്ഷൻ 6 ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനൊരു പെട്ടിക്കത്താണ് ആക്ഷൻ 6 പറഞ്ഞ കേട്ടോ. സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് സൂപ്പർ ത്രിൽഡ്. കുറച്ച് ISO കുറച്ചിടാം അല്ലേ? അപ്പം നിങ്ങൾക്ക് ISO കുറച്ചിട്ട് കാര്യമില്ല. അയ്യോ, ഷട്ടർ സ്പീഡാണ് പറഞ്ഞത്. റെക്കോർഡിങ്ങിന് മറ്റേയൊന്നും കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. അയ്യേ, ചുമ്മാ അല്ല, ഇവിടെ കാണിക്കല്ല. വൈറ്റ് ഫുൾ വൈറ്റ് എഴുത്ത് കാണിക്കില്ല, എഴുത്ത് മുകളിലാണ്. ഓസ്മോ ആക്ഷൻ 6 ഇത് നമുക്കിവിടെ വാങ്ങിയാൽ ടേബിൾ, അടുത്ത വലിയ ടേബിൾ വാങ്ങിക്കണോടെ. ഒന്നും വെക്കാൻ സ്ഥലമില്ല, എല്ലാം നിറഞ്ഞു കിടക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്കുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ
ആക്സസറീസ്. ഇതിനകത്ത് ആക്സസറീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റോഡ്, നമ്മൾ 1.5 മീറ്റർ പറഞ്ഞ ആ ഒരു റോഡ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ആ ആക്സസറീസിനകത്ത് നമുക്കത് ഒരു ഇളക്കാനുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പാറ്റാക്കുളിയല്ല, സിലിക്കാജൽ. ഈ ഒരു സാധനമുണ്ട്. ഇത് പൊട്ടിച്ചിട്ടിരുന്ന ഈർപ്പമൊന്നും കയറത്തില്ല കേട്ടോ. മറ്റേ മോയ്സ്ചർ പരിപാടി അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ്. പിള്ളേരൊക്കെ ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ ഇത് പൊട്ടിച്ച് എവിടെയെങ്കിലും കൊണ്ടൊക്കെ കളയണം കേട്ടോ. വേസ്റ്റ് കൊണ്ട് കളയുന്ന പിള്ളേരെടുത്തിട്ട് ജീരക മുട്ടായി എന്ന് പറഞ്ഞ് കഴിയും. ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ജീരക മുട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. അവർക്കൊക്കെ ഫെറൊക്കെ അല്ലേ അറിയാവോ. നമ്മളൊക്കെയാണ് ഇതൊക്കെ പൊട്ടിച്ച് തിന്നാം. ഫസ്റ്റ് നമുക്ക് റോഡ് തന്നെ അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇത് അൺബോക്സ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അതിങ്ങനെ ആക്കുന്നു, ഇതിങ്ങനെ പിടിക്കുന്നു, ഇതിങ്ങനെ പൊക്കുന്നു. ഇതിങ്ങനെ പൊക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കീട്ടിയിലും ക്വാളിറ്റിയിലൊരു സാധനം അടിയിൽ തിരുക്കി നമുക്ക് ട്രൈപോഡിലൊക്കെ തിരുക്കി വെക്കാൻ പറ്റും കേട്ടോ. അതായത് ഇവിടെ ഒരു ട്രൈപോഡ് ഇരിപ്പുണ്ട്, കാണാമോ? അതിനകത്ത് തിരുക്കി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. അതൊരു 1 മീറ്റർ നീളമുള്ള ട്രൈപോഡാണ്. അപ്പോൾ 2.5 മീറ്റർ നീളത്തിനൊക്കെ പോയി നമുക്ക് മകളിൽ നല്ല ഡ്രോൺ ഷോട്ട് പോലെയൊക്കെ എടുക്കാൻ പറ്റും. ഇതൊരു കവറാണ് കേട്ടോ. ഈ കവറിന് ഇളകി കളയാം. ഞാനിപ്പോൾ ഇത് എടുക്കാത്തതുകൊണ്ട് ഇളക്കണമെന്നില്ല. കണ്ട ഇങ്ങനെ അങ്ങക്ക് കൊണ്ടുപോകാം കേട്ടോ. ഈ നീളമുണ്ട്. ഇവിടെ എനിക്ക് ഫാനിൽ കണ്ട സൗണ്ട് കേട്ടോ, ഞങ്ങൾ ഫാനിൽ തൊടാൻ പറ്റും. അതായത് വീട്ടിൻ്റെ റൂഫിൽ ഫാനിൽ വരെ ഈ സാധനം എത്തും. അത്യാവശ്യം നല്ല വെയിറ്റ്ലെസ് ആയിട്ടൊരു സാധനമാണ്. ഇവിടെ നമുക്ക് മറ്റേ തൂക്കിയിടാനുള്ള സാധനമുണ്ട് കേട്ടോ. തൂക്കിയിടാനുള്ളത് തൂക്കിയിട്ടേക്കാം. ഓക്കെ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആക്സസറീസിലോട്ട് പോകാം സുഹൃത്തുക്കളെ. ദിസ് ഈസ് ദ ആക്സസറീസ് കവർ ദാറ്റ് വി ഗോട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഇളക്കാനായിട്ട് വെക്കാൻ ഭയങ്കര പാടാണ്. ഈ സാധനം ഇങ്ങനെ വെക്കണം. ഇങ്ങനെയാണ് ഇത് ഇളക്കാനുള്ളത്. ഇങ്ങോട്ട് വാമനി ഇളക്കാനും പാടി തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് പകുതി പൊക്കി വെച്ചിട്ട് വേണം ഇത് ബാക്കി ഇളക്കാൻ. പൊക്കി എന്തൊക്കെയാണ് പറയണ, പൊക്കി വെച്ചിട്ട് ഇളക്കാൻ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കുമ്പോഴാണ് നമ്മുടെ ആക്സസറി എല്ലാം കൂടെ ഒരു കുടക്കീഴിലിരിക്കുന്നത് സുഹൃത്തുക്കളെ. അത് എടുക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം ഇതെന്താണ് എന്ന് നോക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ എടുക്കുന്നു. ചിക്കൻ കാണാനേ പാട്ട് തലയ്ക്ക് പിടിച്ചല്ലേ. ഫസ്റ്റ് മൗണ്ട് ഇതാണ്. അതിൻ്റെ ആദ്യത്തെ മൗണ്ട് എനിക്ക് കിട്ടിയ സുഹൃത്തുക്കളെ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഞെങ്ങുമ്പോൾ പൊങ്ങണ സാധനമാണ് കേട്ടോ. ഞെങ്ങുമ്പോൾ പൊങ്ങണ സാധനം എന്താ, ഇതാണ് ക്യാമറയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇളക്കാനായിട്ട് ഇങ്ങനെ ഞെക്കുമ്പം അത് പൊങ്ങി വരും. ഇത് നമുക്ക് ആ ഒരു ട്രൈപോഡിലൊക്കെ വെക്കാനായിട്ടുള്ള സാധനമാണ് കേട്ടോ. മൗണ്ടിൽ വെക്കാനായിട്ടുള്ള അത് നമുക്ക് മാറ്റി വെക്കാം. വീണ്ടും അതേ മൗണ്ട്, ആ ഒരു സാധനം തന്നെ ഞെങ്ങുമ്പോൾ പൊങ്ങണ സാധനം, സെയിം സാധനം, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് 2 സ്ക്രൂസ് ആണ് പറഞ്ഞത് കേട്ടോ. ആ സ്ക്രൂ നമ്മൾ ട്രൈപോഡിൽ കയറ്റി വെക്കാനായിട്ടുള്ള സ്ക്രൂ നമുക്ക് എന്താ ഈ സ്ക്രൂ 2 കിട്ടണം. നല്ല കിട്ടില്ല ക്വാളിറ്റി സാധനം കേട്ടോ. ഇതൊക്കെ എക്സ്ട്രാ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി തുച്ഛമായിട്ടുള്ള പൈസയേ ഉള്ളൂ കേട്ടോ. ലോക്കൽ വേണമെങ്കിൽ ലോക്കൽ വാങ്ങിക്കാം. എൻ്റെ 5-6 ഇത് വേറെ കിടപ്പുണ്ട് കേട്ടോ. പല സൈസിൽ പല മോഡലിൽ സാധനങ്ങളുണ്ട്. ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടേ ഉള്ള കുറേ അധികം സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ ഇതൊന്നും യൂസ് ചെയ്ത് അതൊക്കെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കേർവ്ഡ് മൗണ്ടാണ്. ഒരു കേർവ്ഡ് മൗണ്ട് ഉണ്ട്. അതിൽ DJയുടെ ഓസ്മോ എന്ന് പറഞ്ഞ ലോഗോ ഒക്കെ ഉണ്ട് കേട്ടതാ. കാണാമോ ലോഗോ കാണാമോ? ലോഗോ എന്നെ കാണണ്ട, ലോഗോ കാണും ഉണ്ടാ. ഇത് കേർവ്ഡ് മൗണ്ടാണ്. നമ്മുടെ ഹെൽമെറ്റിലൊക്കെ നമുക്ക് ചിന്നിൻ്റെ അവിടെ വയ്ക്കാം. ഇച്ചിരി വളഞ്ഞ പ്രദേശങ്ങളിലൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും. അങ്ങനത്തെ സാധനമാണ്. എവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഉള്ളത് അവിടെ കൊണ്ട് വെക്കുക. ഓക്കെ, അങ്ങനത്തെ സാധനമാണ് ഈ ഒരു സാധനം. ഇതെന്തരടേ, ഇത് മറ്റേ വാഷറാണ് കേട്ടോ. വാഷർ കട്ട് ചെയ്തിട്ട് ഇടാൻ കേട്ടോ, വാഷർ. അപ്പം അങ്ങനത്തെ സാധനമാണത്. അത് മാറ്റി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് USB C2C ഒരു കിടിലൻ ക്വാളിറ്റി കേബിള്. എൻ്റെ കയ്യിൽ C2C വേറെ കുറേ കേബിളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യില്ല, അതേ യൂസ് ചെയ്യുള്ളൂ. ഇത് മാറ്റി വെച്ചേക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ DJയുടെ വലിയൊരു ബുക്ക്, കുറേയധികം സ്റ്റിക്കേഴ്സ്. നമുക്കിത് ഇളക്കാനായിട്ട് നല്ല പശയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ എടുക്കുന്നു. DJയുടെ കിടിലൻ സ്റ്റിക്കർ സെറ്റ് കേട്ടോ. ഇത് നമുക്ക് ഇത് വെക്കാനായിട്ടൊരു ബാഗ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ബാഗിൽ നമുക്ക് ഇത് വെക്കാം. പിന്നെ കാറ്റലോഗ് കാര്യങ്ങൾ ഇങ്ങനത്തെ ആപ്പ് സ്റ്റോറിനകത്ത് നമുക്ക് DJ സ്റ്റോറിൽ ആക്സസ് ചെയ്യാനുള്ളത് അത് ഇത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് നമ്മുടെ ആ ഒരു ബാറ്ററി പാക്ക് 3 വരുന്ന ആ ഒരു ബാറ്ററി പാക്ക് അത് ഇളക്കാനായിട്ട് ഇങ്ങനെ വലിച്ചു പൊക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ
നമ്മുടെ ബാറ്ററി ഇതാണ് നമ്മുടെ DJ ഓസ്മോ ബാറ്ററി. സൈഡിൽ അമ്മയുടെ പേര് എഴുതിയിട്ടുണ്ട്, DJ ഓസ്മോ. DJ എന്നല്ല, ഓസ്മോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് തൂക്കിയിടാനുള്ള സാധനം, കൊടുക്കാനുള്ള സാധനമുണ്ട്. അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ബാറ്ററി അവിടെ വർക്കാവുന്നതാണ്. 950 mAh 3 ബാറ്ററീസ് ആണ് ഇതിനകത്ത് വരുന്നത്. 1950 mAh 3 ബാറ്ററീസ് അത്യാവശ്യം നല്ല ഒരു ഇതാണ്. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുമ്പോഴേ വാങ്ങിക്കുള്ളൂ, പിന്നെ രണ്ടാമത് പൈസ മുടക്കണമെന്ന് ആരും നിൽക്കില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു അഡ്വഞ്ചർ കോംബോ ഒക്കെ മേടിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ രണ്ടാമത് പൈസ മുടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് എല്ലാവർക്കും, എല്ലാത്തിനും. ഓക്കെ, അപ്പൊ ചെയ്യുമ്പോൾ ആദ്യമേ എല്ലാം അങ്ങ് ചെയ്യുക. നമുക്കത് മാറ്റി വെക്കാം. സ്ഥലമില്ലടേ, സ്പേസ് ഇല്ല എല്ലാം കൂടെ വെക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ DJI Osmo Action 6 നമ്മുടെ ക്യാമറ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. പൊക്കുമ്പോൾ ഇവിടെ നമ്മുടെ ക്യാമറ നല്ല സേഫ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ആക്കുന്നു. ഇതിങ്ങനെ എടുത്തിട്ട് ടടാൻ, നമ്മുടെ ഓസ്മോ ആക്ഷൻ 6 ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ. എപ്പടി ഇരിക്കുന്നത് സാധനം. തുറക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു സാധനം. ജസ്റ്റ് ഇതാ ഇവിടെ കണ്ട, ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ അതങ്ങ് ഇളകി വരും. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കാം. ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് മറ്റേ പാറ്റ ഗുളിയുണ്ട് കേട്ടോ, ആ സാധനമുണ്ട്. ഒരു മോയ്സ്ചറൊന്നും വരാതിരിക്കാനാണ് അത് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഇളക്കാം, പിന്നീട് കാണിച്ചു തരാം. അത് ഇവിടെയാണ് നമ്മുടെ ആ ഒരു ലോക്ക് പറഞ്ഞത് കേട്ടോ. ആ ലോക്ക് പറഞ്ഞത് ഇവിടെയാണ്, ആ സാധനം എടുത്ത് വെക്കണത് ഇവിടെയാണ്. പിന്നെ ഇത് നമുക്ക് ഇളക്കാനായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് ഇളകി വരും. ഇവിടെ നമുക്ക് USB-C ടൈപ്പ് കൊടുക്കാറുണ്ട്, ചാർജ് ചെയ്യാനും. അതുപോലെ തന്നെ മൈക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം ഇളക്കി മാറ്റി വെക്കണം. ഇളക്കി മാറ്റി വെച്ചാലേ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ DJയുടെ മൈക്ക് വാങ്ങിക്കണം. ഇവിടെ നമുക്ക് ND ഫിൽറ്റർ ഒക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ, ബാക്ക് ഡിസ്പ്ലേ, വേറെ പരിപാടികളൊന്നുമില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇതിനകത്ത് തന്നെയാണ് നമുക്ക് SD കാർഡ്, മൈക്രോ SD ഇടാനുള്ളത് കേട്ടോ. ബാറ്ററി മൈക്രോ SD ആണ് ഇടാനുള്ളത്. അത്യാവശ്യം നല്ല സാധനം, ഇങ്ങനെ ഇരിക്കും. ക്ലിക്ക് ക്ലിക്ക്. നമുക്ക് ഇതിനെ ഓൺ ആക്കാം കേട്ടോ. ജസ്റ്റ് ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ അത് ഇളകി വരുന്നു. അതിനെ നമ്മൾ ഇളക്കി മാറ്റി വയ്ക്കുന്നു. നമ്മുടെ ബാറ്ററി നമ്മൾ ഓപ്പൺ ആക്കുന്നു. ഒരു ബാറ്ററി എടുക്കുന്നു, അടയ്ക്കുന്നു, മാറ്റി വയ്ക്കുന്നു. നമ്മുടെ ബാറ്ററി നമ്മൾ ഇതിങ്ങനെ ഇവിടെ ഇടുന്നു. ഇടുമ്പോൾ അതവിടെ ലോക്കാവുന്നു. വാവ്, അടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു നല്ല കിടുക്ക് സൗണ്ട് കേൾക്കുകയാണ്. തൊട്ടപ്പം തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഡിസ്പ്ലേ ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പ്രീമിയം ഫീൽ. സൗണ്ട് നോക്ക്. ലോകത്തുള്ള കുറേ ഭാഷകളുണ്ട് കേട്ടോ, മലയാളം ഇല്ല. സൗണ്ട് കിടില്ല കേട്ടോ, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പക്ക. ജസ്റ്റ് നമ്മൾ അതിൽ ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ ആപ്പ് എടുക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ സ്കാനർ എടുക്കുന്നു. DJI Mimo എന്ന് പറഞ്ഞൊരു ആപ്പ് വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. ഞാനത് ഓണാക്കി അത് ഡൗൺലോഡ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഓൾറെഡി എൻ്റെ DJയുടെ ആപ്പ് ഉണ്ടായിരുന്നു എടാ, ഇപ്പം എന്താ വീണ്ടും അത് ഡൗൺലോഡ് ആവണ്. ഞാൻ അപ്ഡേറ്റും ചെയ്തതാ. പ്രൊഫൈൽ എടുത്തിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം കേട്ടോ. ഇതവിടെ ഓസ്മോ സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒറ്റ ക്ലിക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്താ ഇത് ഓഫ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രസ് ഹോൾഡ് ചെയ്താണെന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും വീഡിയോ. പവർ ഓണും ഓഫിലും ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡുകൾ മാറ്റാൻ പറ്റും കേട്ടോ. അതാണ് അവന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ലെൻസ് ക്ലിയർ ആയിട്ട് കവർ ചെയ്ത് വെച്ചേക്കണം വെള്ളത്തിൽ ഇറക്കുമ്പോഴെന്നാണ് കാണിച്ചിരിക്കുന്നത്. സ്ക്രീൻ ഗസ്റ്ററിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഓണാക്കിയാണ്. ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓണാക്കുമ്പോൾ തന്നെ നമ്മളത് കൺഫേം കൊടുക്കുകയാണ്. നമുക്ക് സ്വൈപ്പ് ലെഫ്റ്റ് ഓർ റൈറ്റ് ടു ചേഞ്ച് ഷൂട്ടിംഗ് മോഡ് എന്നൊക്കെ പറഞ്ഞു ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാ ഞാൻ മറ്റേ കവർ ഇളക്കിയിട്ടില്ല കേട്ടോ. കവർ ഇളക്കാതെയാണ് ഞാൻ വെച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും മോഡ്സ് ആണ് ഇതിനകത്തുള്ള കേട്ടോ. ഫോട്ടോ, വീഡിയോ, സൂപ്പർ നൈറ്റ്, സബ്ജക്ട് ട്രാക്കിങ്, സ്ലോമോ ഉണ്ട്, ടൈം ലാപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പം നമുക്ക് ആ ടൈം ലാപ്സിലോട്ട് പോകും. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമ്മളിതിന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ച് പഠിക്കാറുണ്ട്. പഠിച്ചതിനൊക്കെ ശേഷമേ നമുക്കിത് വീഡിയോസ് പ്രോപ്പറായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി ബാക്കി കാര്യങ്ങളായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇത് തന്നെ അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. 50 GB ഇതിനകത്ത് സ്റ്റോറേജ് ഫ്രീ ഉണ്ട്. 48% ബാറ്ററി ബാലൻസ് ഉണ്ട് എന്നതാണ് കാണിക്കുന്നത്. 16:9 റെക്കോർഡ് ചെയ്യാം. ആസ്പെക്ട് റേഷ്യോസ് ഒക്കെ നമുക്ക് ഇവിടെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതൊക്കെ മാറ്റാനായിട്ട് ഭയങ്കര ടച്ചൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. അവിടെ കിട്ടില്ല സാധനം. ഗാലറി കയറുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ പ്രിവ്യൂ നോക്കുന്നതൊക്കെ മുകളിൽ നിന്ന് വലിച്ചിടുമ്പോഴാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. ഒക്കെ നോക്കണം, അവിടെ ഇരുന്ന് നോക്കണം. സ്ക്രീൻ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്. സെറ്റിങ്സിൽ പോകാൻ പറ്റുന്നുണ്ട്. സെറ്റിങ്സിൽ പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. SD കാർഡിൽ വേണോ സ്റ്റോറേജിൽ വേണോ എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്.
അങ്ങനത്തെ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടേ ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റൊക്കെ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കിയതിന് ശേഷം അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ക്യാമറ ക്വാളിറ്റിയും ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. പറ്റി എന്തൊക്കെ വേറെ അറിയണമെന്നുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടുക കേട്ടോ, നമുക്ക് ക്ലിയർ ആക്കാം. മറ്റേ റോയിലൊക്കെ ഉള്ള കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇതിൽ കിട്ടും, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.